നമസ്കാരം, സിനിയാണ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമുക്ക് ടെമ്പിളിലെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ അകത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം. ഞാനും ഉണ്ട്, പ്രദീപേട്ടനും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ ബുദ്ധിസ്റ്റ് ടെമ്പിളിലെ കാഴ്ചകളാണ്. ഇപ്പം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിന് പുറത്തുള്ള കാഴ്ചകളെ കാണുന്നത്. ഇതിന് ചുറ്റും നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങൾ ടെമ്പിളിനകത്തേക്ക് പോകാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ. ഇന്നിവിടെ സൺഡേ ആയതുകൊണ്ട് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഗ്രാമൊക്കെയാണ് നമുക്ക് നേരിട്ട് കാണാം. നമ്മളിപ്പോൾ ആദ്യം ടെമ്പിളിനകത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമുക്ക് അകത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വന്നിട്ട് ടെമ്പിളിന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവാണിപ്പം. ഞങ്ങളങ്ങനെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ആ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എല്ലാവരും അവരവരുടെ ചെരുപ്പുകൾ ഇങ്ങനെ ഭയങ്കര നീറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലൈനൊക്കെ വരച്ചിട്ട് ആ ലൈനിൽ ഇങ്ങനെ ഓരോരുത്തരുടെയും ചെരുപ്പുകൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബോയ്സിൻ്റെ ചെരുപ്പുകളും സൂക്ഷിക്കുന്ന, മറുഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്നത് ലേഡീസിൻ്റെ ചെരുപ്പുമാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കാലൊക്കെ കഴുകിയിട്ട് അകത്ത് പോകാൻ അവിടെ ഈ കാണുന്ന ബക്കറ്റിൽ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിന് അകത്തേക്ക് പോവുകയാണ്. ഇവിടെ പ്രെയർ നടക്കുന്നുണ്ട്. ഈ പൂജയും കാര്യങ്ങളും ഈ പ്രെയറൊക്കെ ചെയ്യുന്നത് മലാവിയൻ കുട്ടികൾ തന്നെയാണ്. ഇവർക്ക് 3 ലാംഗ്വേജ് അറിയാം. ചിച്ചേവ, ചൈനീസ്, ഇംഗ്ലീഷും അറിയാം. ഇവർ ഇവിടെ തന്നെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണ്. ഇവിടെ 350 ഓർഫൻ കുട്ടികളാണുള്ളത്. അപ്പോൾ ഇവർക്ക് പുറത്ത് പോയി പഠിക്കേണ്ട സമയത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോയി പഠിക്കാനും ഉള്ള എല്ലാ ചെലവുകളും ഇവർ തന്നെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഈ വലിയ കുട്ടികളാട്ടോ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ഏറ്റവും ചെറിയ കുട്ടികൾ ഒരു ഹാളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുട്ടികൾ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവരെല്ലാം ചൈനീസിലാണ് പ്രാർത്ഥിക്കുന്നത്. ഇവർക്ക് ചൈനീസ് വായിക്കാനും സംസാരിക്കാനും എഴുതാനും അറിയുന്ന അവർ പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഈ ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ചെറിയ കുട്ടികൾ മാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം.
ഇവിടെ 2 വയസ്സ് മുതലുള്ള ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ പ്രയറിന് ഒരു മണിക്കൂർ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തീരെ ചെറിയ കുട്ടികളായതുകൊണ്ട് കുറച്ച് കുട്ടികൾ അവിടെ ഉറങ്ങുന്നത് കാണാമായിരുന്നു കേട്ടോ. ഈ പ്രയറിനിരിക്കുന്ന ഈ ചെറിയ കുട്ടികളാണെങ്കിലും ഉണ്ടല്ലോ, ഭയങ്കര അച്ചടക്കത്തോടു കൂടി, ഒരു ബഹളവുമില്ല, കരച്ചിലുമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ട് അവരിയ്ക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ചൈനീസിലുള്ള പ്രയർ ബുക്കാണ്. അത് നോക്കിയാട്ടോ ഈ കൊച്ചിങ്ങനെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രയറൊക്കെ കഴിഞ്ഞ് പുറത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞു അവരുടെ കൂടെ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുറേ മാവ്, പേര, വെജിറ്റബിൾ എല്ലാം ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇവർക്ക് ഈ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന വലിയൊരു കോമ്പൗണ്ട് ആട്ടോ ഇത്. ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾ താമസിക്കുന്ന വേറെ സ്ഥലത്ത്, വലിയ കുട്ടികൾ താമസിക്കുന്ന വേറൊരു സെക്ഷൻ, അങ്ങനെ എല്ലാം വേർതിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് കാര്യങ്ങൾ എല്ലാം ഇവിടെയുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവരുടെ കിച്ചൺ ആട്ടോ. ഇവിടെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന കിച്ചണിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറുണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ട്, പിന്നെ ഒരു ഇലയുടെ കറിയുണ്ട്, പിന്നെ ക്യാബേജും മുട്ടയും കൂടെയുള്ള കറിയും, പിന്നെ ഒരു മുളകിൻ്റെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഫുഡൊക്കെ എടുത്ത് അവരുടെ കൂടെ കഴിക്കാനിരുന്നു. പിന്നെ ഈ കറികളൊക്കെ ആണെങ്കിലും തീരെ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലാവിയൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഫുഡായതുകൊണ്ട് അതിനകത്ത് തീരെ എരിവോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ ഈ ചെറിയ കുട്ടികളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർക്ക് ചെറിയ ടേബിളും ചെറിയ ചെയറൊക്കെ ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെറിയ കുട്ടികളെ കണ്ടതിന് ശേഷം അതിന് പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി നോക്കിയപ്പോൾ അവിടെയായിരുന്നു ഈ വലിയ കുട്ടികൾ എല്ലാം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അവർക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികളെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. അപ്പം നമ്മൾ ഈ കാണുന്ന ബിൽഡിങ് ഇവർ പുതിയതായിട്ടുണ്ടാക്കിയ ടെമ്പിളാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പുതിയതായിട്ട് കുറേ ഹോസ്റ്റലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ ഞങ്ങളുടെ കൂടെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട ചൈനീസ് ടെമ്പിളിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.